കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം. യാക്കോബിന്റെ ഓഹരിയായവൻ അവയെ പോലെയല്ല, അവൻ സർവ്വത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവന്റെ അവകാശഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ അവന് തുല്യനായി പറയുവാൻ ആളില്ല എന്ന് പറഞ്ഞൊക്കെയാണ് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, അല്ലേ? 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വന്ന യഹോവ നിന്നോട് തുല്യനായവൻ ആരുമില്ല, നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. ജാതികളുടെ രാജാവെ, ആര് നിന്നെ ഭയപ്പെടാതിരിക്കും? അത് നിനക്ക് യോഗ്യമല്ലോ. ജാതികളുടെ സകല ജ്ഞാനികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല. അതിന്റെ 10-ാം വാക്യം ശ്രദ്ധിച്ചേ. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അപ്പൊ നമ്മുടെ ദൈവത്തോട് തുല്യം പറയുവാൻ വേറെ ആരും ഉലകത്തിലില്ല എന്ന് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് വചനം പറയുന്ന ആകാശത്തിന് കീഴെ സ്തോത്രം ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ രക്ഷയ്ക്കുള്ള ഒരേ ഒരു നാമം എന്ന് പറയുന്നത് അത് നമ്മുടെ യേശു കർത്താവിന്റെ നാമം മാത്രമാണ്. ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ കർത്താവിനെ പറ്റി പറയാറുണ്ട്. നമുക്കറിയാം, ലോകത്തിൽ ദേവന്മാരെന്നോ ദൈവങ്ങളോ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പല നാമങ്ങളും പല പേരുകളും നമുക്ക് ഉലകത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. എന്തുകൊണ്ടാണ് യേശു കർത്താവിലേക്ക് നമ്മുടെ ദൈവം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. സ്തോത്രം. മനുഷ്യകുലത്തിനു വേണ്ടി പാപത്തിന്റെ പരിഹാരമായിട്ട് കാൽവരിയുടെ കുലമരത്തിൽ പരമയാഗമായി തീർന്ന ഒരേ ഒരു വ്യക്തി പ്രഭാവമേ ഉള്ളൂ. അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അത് ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, ഇന്ന് ഉലകത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന പലരുമുണ്ട്, അല്ലെ? സ്തോത്രം. നൂറ്റാണ്ടുകൾക്ക് പിറകിൽ ഇവിടെ ഇന്ന് ദൈവങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന പലരും നൂറ്റാണ്ടുകൾക്ക് പിറകിൽ ജീവിച്ചിരുന്നവരാണ്. അവരൊക്കെ മരിച്ച് മൺമറഞ്ഞു പോകുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, അവൻ മരിച്ച് മണ്ണിനടിയിലേക്ക് അല്ലെങ്കിൽ കല്ലറയുടെ അകത്തേക്ക് കടന്നുപോയെങ്കിലും മൂന്നാം ദിവസം കല്ലറകളെയും മരണത്തെയും ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന യേശുവിനെ പോലെ വേറൊരു നാമം ഉലകത്തിലില്ല. എല്ലാ നാമങ്ങളും കല്ലറ കൊണ്ട് അവസാനിച്ചപ്പോൾ യേശുവിന്റെ നാമം കല്ലറയുടെ മുൻപിൽ ജയാളിയായി എഴുന്നേറ്റ് വന്ന് നമ്മുടെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ശാശ്വത രാജാവാണ്, അവൻ സത്യദൈവമാണ്, അവൻ ജീവനുള്ള ദൈവമാണ്. അതാണ് ഇവിടെ പറയുന്നത്. യാക്കോബിന്റെ ഓഹരിയായവൻ അവയെ പോലെയല്ല. എന്താ അതിന്റെ അർത്ഥം? 14 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ, അവയിൽ ശ്വാസമില്ല, അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ. സന്ദർശന കാലത്ത് അവ നശിച്ചു പോകും. അപ്പൊ ഇന്ന് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുണ്ട്, അല്ലെ? അതിന്റെ പിറകിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സേവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, വായുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. അവയെ നമസ്കരിക്കുന്നവർ, അവയെ ഉണ്ടാക്കിയവരും അവയെ പോലെ ആകുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. അവയെ പോലെ അല്ല നമ്മുടെ ദൈവം എന്നാണ് 10-ാം അധ്യായം യിരെമ്യാവ് 10:16 പറയുന്നത്. യാക്കോബിന്റെ ഓഹരിയായവൻ അവയെ പോലെയല്ല. ഒന്നാമത്തെ കാര്യം, അവൻ സർവ്വത്തെയും നിർമ്മിച്ചവനാണ്. 2, ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രമാണ്. 3, അവൻ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അപ്പൊ ദൈവത്തെ കുറിച്ച് പറഞ്ഞ 3 ക്വാളിറ്റീസ് ഇവിടെ പറയുന്നു. എന്തുവാ? 1, യാക്കോബിന്റെ ഓഹരിയായവൻ. 2, ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം. 3, സൈന്യങ്ങളുടെ യഹോവയാകുന്നു അവന്റെ നാമം. ഈ വിധ പ്രത്യേകതകൾ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, നമ്മൾ സേവിക്കുക നമ്മുടെ ദൈവം നമ്മുടെ ഓഹരിയാണ്, അവൻ നമ്മുടെ അവകാശമാണ്. സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല. അവനെ പോലെ നിന്റെ പാപം ചുമക്കുവാൻ, നിന്റെ പാപത്തിന് പരിഹാരമാകാൻ, നിനക്ക് വേണ്ടി വേദന സഹിച്ച, സ്തോത്രം, നിനക്ക് വേണ്ടി രോഗം സഹിച്ച, നിനക്ക് വേണ്ടി നിന്ദ സഹിച്ച ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഉറക്കെ ഒന്നുകൂടെ പ്രഖ്യാപിക്കും, നമ്മുടെ ദൈവത്തെ പോലെ
വേറെ ആരുമില്ല. സ്തോത്രം. അവൻ സത്യദൈവമാണ്, അവൻ നിത്യദൈവമാണ്, അവൻ ജീവനുള്ള ദൈവമാണ്. അവനെ പോലെ വേറൊരു ദൈവം ഇല്ലേ ഇല്ല. ആ ദൈവത്തെ സേവിപ്പാൻ, ആ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെ, അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ. സത്യദൈവത്തെ അറിയുവാൻ, സത്യദൈവത്തെ സേവിപ്പാൻ അനേകായിരങ്ങൾക്ക് ഈ മെസ്സേജിലൂടെ അവസരങ്ങൾ ദൈവം ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരിക്കണം, മഹത്വം അംഗീകരിക്കുക. യേശു കർത്താവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.